രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സംഘർഷ സാധ്യതകൾ കണക്കിലെടുത്ത് തമിഴ്നാട് തീരദേശ സുരക്ഷാ ഗ്രൂപ്പ് സാഗർ കവച് അഭ്യാസം നടത്തി. തൂത്തുക്കുടി, കന്യാകുമാരി ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഒരു ദിവസം മുൻപ് ആരംഭിച്ച സാഗർ കവച് എന്ന തീരദേശ സുരക്ഷാ അഭ്യാസം വെള്ളിയാഴ്ച രണ്ടാം ദിവസവും തുടർന്നു. കടലൂരിലെ പ്രധാന സ്ഥലങ്ങളിൽ സാധ്യമായ നുഴഞ്ഞുകയറ്റമോ അട്ടിമറി ശ്രമങ്ങളോ തടയുന്നതിനായി തമിഴ്നാട് പോലീസിന്റെ ദേവനാംപട്ടണം തീരദേശ പോലീസ് സ്റ്റേഷന്റെ അധികാര പരിധിയിലുള്ള തീരദേശ സുരക്ഷാ ഗ്രൂപ്പ് ഇന്നലെ രാവിലെ സാഗർ കവച് സുരക്ഷാ പരിശീലനം നടത്തി. ഈ അഭ്യാസത്തിന്റെ ഭാഗമായി പോലീസും തീരദേശ സുരക്ഷാ ഗ്രൂപ്പും തീവ്രമായ തീരദേശ നിരീക്ഷണത്തിൽ സജീവമായി ഏർപ്പെട്ടിരുന്നു. ഔദ്യോഗിക സ്രോതസ്സുകൾ പ്രകാരം കടലൂരിലെ താഴൻകുടയുടെ കിഴക്ക് ഭാഗത്താണ് ഈ അഭ്യാസം നടത്തിയത്. ദേവനാംപട്ടണം പോലീസ് സ്റ്റേഷൻ പരിധിയിൽ തീരത്ത് നിന്ന് 2 നോട്ടിക്കൽ മൈൽ അകലെയാണിത്. അസമമായ ഭീഷണികൾക്കെതിരെ തീരദേശ സുരക്ഷാ സംവിധാനങ്ങൾ പരീക്ഷിക്കുകയും മെച്ചപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ദ്വിവത്സര തീരദേശ സുരക്ഷാ പരിശീലനമാണ് സാഗർ കവച്. ഇന്ത്യൻ നാവികസേന, ഇന്ത്യൻ കോസ്റ്റ് ഗാർഡ്, സംസ്ഥാന പോലീസ്, മറൈൻ പോലീസ്, ഫിഷറീസ്, കസ്റ്റംസ് തുടങ്ങി വിവിധ കേന്ദ്ര സംസ്ഥാന ഏജൻസികൾ ഈ പരിശീലനത്തിന്റെ ഭാഗമാണ്. അഭ്യാസത്തിനിടെ സുരക്ഷാ സേനയെ നുഴഞ്ഞുകയറ്റക്കാരെ അനുകരിക്കുന്ന റെഡ് ടീം എന്നും ഏജൻസികൾ തമ്മിലുള്ള ഏകോപനവും പ്രതികരണ സമയവും വിലയിരുത്തി അവരെ കണ്ടെത്തി നിർവീര്യമാക്കുന്ന ഒരു ബ്ലൂ ടീം എന്നും വിഭജിച്ചിരുന്നു. ദേവനാംപട്ടണം തീരദേശ പോലീസ് സ്റ്റേഷനിലെ തീരദേശ സുരക്ഷാ ഗ്രൂപ്പിന്റെ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ പ്രഭാകരന്റെ നേതൃത്വത്തിൽ നടന്ന തീരദേശ പെട്രോളിംഗിനിടെ സംശയാസ്പദമായ നമ്പർ വഹിക്കുന്ന ഒരു മത്സ്യബന്ധന ബോട്ട് തടഞ്ഞു നിർത്തി പരിശോധിച്ചു. പരിശോധനയിൽ വ്യക്തികൾ റെഡ് ഫോഴ്സ് അംഗങ്ങളാണെന്ന് തിരിച്ചറിഞ്ഞു. വ്യായാമ നടപടിക്രമത്തിന്റെ ഭാഗമായി അവരെ ഔദ്യോഗികമായി കസ്റ്റഡിയിലെടുക്കുകയും നിശ്ചിത പരിശീലന പ്രോട്ടോകോൾ അനുസരിച്ച് കൂടുതൽ ചോദ്യം ചെയ്യലും പരിശോധനയ്ക്കുമായി ദേവനാംപട്ടണം തീരദേശ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. തീരദേശ സുരക്ഷാ വ്യായാമ മാർഗനിർദ്ദേശങ്ങൾക്കനുസൃതമായി ഒന്നിലധികം സമുദ്ര സുരക്ഷാ ഏജൻസികൾ തമ്മിലുള്ള ഏകോപനത്തോടെ തീരദേശ ഭീഷണികളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് വർദ്ധിപ്പിക്കുന്നതിലൂടെ ഈ അഭ്യാസം വിജയകരമായി നടപ്പിലാക്കി. സാഗർ കവച് അഭ്യാസത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ സാധാരണയായി ഉയർന്ന നിരീക്ഷണം, ബോട്ട് പട്രോളിംഗ്, വാഹന പരിശോധനകൾ, രാജ്യത്തിന്റെ തീരദേശ സുരക്ഷാ ചട്ടക്കൂട് ശക്തിപ്പെടുത്തുന്നതിനായി സുപ്രധാന ഇൻസ്റ്റാളേഷനുകൾ, സിമുലേറ്റഡ് ആക്രമണങ്ങൾ എന്നിവ ഉൾപ്പെടുന്നു. തീരദേശ സുരക്ഷ ഒരു കൂട്ടായ ഉത്തരവാദിത്തമാണ്. എല്ലാ പങ്കാളികളുടെയും സഹകരണത്തിനും ഏകോപനത്തിനും ഈ അഭ്യാസം സാക്ഷ്യം വഹിക്കുന്നു. കൂടാതെ സുരക്ഷാ ഏജൻസികൾക്ക് കണ്ണും കാതും എന്ന നിലയിൽ മത്സ്യബന്ധന സമൂഹത്തിന്റെ പങ്കിനെ ഊന്നിപ്പറയുന്നു. തമിഴ്നാട്ടിൽ നടത്തുന്നതിന് മുൻപ് കടലിൽ നിന്നും ഉയർന്നു വന്ന അസമമായ ഭീഷണികൾക്കെതിരെ എല്ലാ ഏജൻസികളുടെയും തയ്യാറെടുപ്പ് വിലയിരുത്തുന്നതിനായി കേരള സംസ്ഥാനത്തിനും മാഹി, ലക്ഷദ്വീപ് കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കുമായി 2025 നവംബർ 6 മുതൽ 7 വരെ 2 ദിവസത്തെ തീരദേശ സുരക്ഷാ അഭ്യാസം സാഗർ കവച് നടത്തിയിരുന്നു. അഭ്യാസത്തിനിടെ കേരളത്തിന്റെയും UTLന്റെയും തീരങ്ങളിൽ ഇന്ത്യ നാവിക കപ്പലുകൾ, കോസ്റ്റ് ഗാർഡ്, ഉപരിതല ആസ്തികൾ, കോസ്റ്റൽ പോലീസ്, കസ്റ്റംസ്, മറൈൻ എൻഫോഴ്സ്മെന്റ് വിംഗ്, കൊച്ചി തുറമുഖ അതോറിറ്റികൾ എന്നിവയുടെ പട്രോളിംഗ് ബോട്ടുകൾ എന്നിവ വിന്യസിക്കപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയും ഇന്ത്യ നാവിക തീര സംരക്ഷണ സേനയും വിപുലമായ വ്യോമ നിരീക്ഷണവും നടത്തി. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.